രാവിലെ തന്നെ ഒരു ബ്രേക്കിംഗ് വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ ചോർച്ച. കെട്ടിടത്തിന്റെ റൂഫിൽ വിള്ളലുണ്ട്. ആ വിള്ളൽ രൂപപ്പെട്ട് കമ്പികളൊക്കെ പുറത്തു വന്ന സ്ഥിതിയിലാണ്. ടൈലിൽ വെള്ളം വീണ് കിടക്കുന്നത് കാരണം രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെ തെന്നി വീഴുന്ന സാഹചര്യവുമുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നാണ് രോഗികൾ പറയുന്നത്. നമുക്ക് റിപ്പോർട്ടർ ലഭിച്ച ആ ദൃശ്യങ്ങളൊന്ന് കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ചോർച്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നമുക്കൊന്ന് പോകണം. ഈ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ സോളമനാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ. കാഷ്വാലിറ്റിക്ക് സമീപമുള്ള കെട്ടിടം ഇങ്ങനെ ചോർന്നൊലിക്കുമ്പോൾ വിള്ളലുണ്ടായി കമ്പിയൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ അധികൃതർ എന്തെങ്കിലും നടപടിയെടുത്തോ? അതോ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ തെന്നി വീണാലേ നടപടിയാവുകയുള്ളോ? സുജയ, ഏറെ ഞെട്ടിപ്പിക്കുന്നത് 2 വർഷക്കാലമായി ഇത്തരത്തിലൊരു പ്രശ്നം തിരുവനന്തപുരത്തെ ഈ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാഷ്വാലിറ്റിയിൽ നിന്നും സിറ്റി സ്കാൻ എടുക്കുന്ന ഈ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കമ്പികൾ പുറത്തായ നിലയിൽ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ സിമന്റ് പാളികൾ വിള്ളൽ രൂപപ്പെട്ടപ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് അധികൃതരുടെ ഭാഗത്ത് അറിയിച്ചിരുന്നു. പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഇതിൽ മറ്റൊന്ന്, ഈ ഭാഗത്ത് സിറ്റി സ്കാൻ എടുക്കാൻ പോകുന്നതെല്ലാം ഈ എമർജൻസി വിഭാഗത്തിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുമാണ്. അങ്ങനെ ഈ ഭാഗത്ത് കഴിഞ്ഞ മഴക്കാലമാകുമ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം ചോർന്നൊലിച്ച് തറയിൽ വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വെള്ളം വീഴുമ്പോൾ ആ ഭാഗത്ത് കാർബോർഡുകളിട്ട് ഈ തെന്നി വീഴാതിരിക്കാൻ കാർബോർഡുകൾ ഇട്ട് കിടക്കുന്ന ഒരു വലിയൊരു ദുരവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് മാറി. മറ്റൊന്ന്, ഈ കാർബോർഡ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു ബക്കറ്റ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ മഴക്കാലത്ത് ചോർച്ച ഉണ്ടാകുമ്പോൾ ബക്കറ്റും പാത്രങ്ങളൊക്കെ വെച്ച് വെള്ളം പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ തലത്തിലേക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി മാറിയിരിക്കുന്നു. ഇതിന്റെ തൊട്ട് മുകളിലുള്ളത് കാർഡിയോ OP ആണ്, കാർഡിയോ ICU ആണ്. ഈ കാർഡിയോ ICUയിലുള്ള ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളമാണ് ചോർന്ന് ഈ താഴേക്ക് വീഴുന്നത്. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ നേഴ്സുമാരുടെയും ഒക്കെ ദേഹത്ത് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്ര കാണിക്കുന്ന ദൃശ്യം പുറത്തുനിന്നുള്ള ഒരു ദൃശ്യം കൂടിയാണ്. ആ ദൃശ്യത്തിൽ കാഷ്വാലിറ്റിയുടെ സൺസൈഡാണ്, ഏറ്റവും റൂഫിലെ ആ സൺസൈഡ് ഇപ്പോൾ പൊട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും പൊട്ടലും വിള്ളലും ഒക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായിട്ട് മെയിൻ്റനൻസ് പണികൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സുജയ, ആയിരക്കണക്കിന് രോഗികളും എനിക്കറിയാത്തത് കൊണ്ടാണ് അരുൺ സോളമൻ, എനിക്കിതേക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തേണ്ട ഒരു കെട്ടിടമല്ലേ ഇത്? കാരണം ഇത്രയധികം രോഗികൾ ആശ്രയിക്കുന്ന സർക്കാരിന്റെ ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ ഇത്രയും പ്രശ്നം, ഈ ചോർച്ചയടക്കം ഉണ്ടായിട്ടും അറ്റകുറ്റപ്പണിയിലേക്ക് അടിയന്തരമായി കടക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെ കാർഡ്ബോർഡ് ഇട്ട് വെച്ചാൽ മതിയോ? ബക്കറ്റിൽ വെള്ളം പിടിച്ചാൽ മതിയോ? നിരവധി തവണ ഇത് സുജയ, നിലവിൽ ഈ കാഷ്വാലിറ്റിയിൽ തന്നെ അധികൃതരും മറ്റ് നേഴ്സുമാരൊക്കെ നിരവധി തവണ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പരാതിപ്പെട്ടതാണ്. പക്ഷേ പരാതികൾ 2 വർഷക്കാലമായിട്ടും ഈ പേപ്പർ ഫയലുകളെല്ലാം DMAയുടെ മുൻപിൽ മാത്രം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇതിൽ കൃത്യമായിട്ട് നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാഷ്വാലിറ്റി മാറിയത്. അതിൽ പൂർണ്ണമായിട്ടും അനാസ്ഥ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. മുൻപ് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് പറയുമ്പോൾ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഇത്തരത്തിലൊരു പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ചോർച്ച ഉണ്ടെന്നുള്ള വിവരം ആരോഗ്യമന്ത്രി പോലും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ കൃത്യസമയത്ത് അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. എന്തായാലും ടൈലിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പെട്ടെന്ന് തന്നെ ചറുകി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്, വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ കാർബോർഡുകൾ, അത് മെഡിസിൻ വരുന്ന പെട്ടികൾ, ആ പെട്ടികളെ പൊളിച്ചിട്ട് ഇപ്പോൾ തറ
തറയിലെ വെള്ളം ഒപ്പിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മറ്റൊന്ന് ബക്കറ്റ് വെച്ച് വെള്ളം പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ചോർച്ചയുണ്ട്. കാഷ്വാലിറ്റിക്ക് അടുത്തുള്ള കെട്ടിടമാണ്. ഇനിയും സർക്കാർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ആ ദൃശ്യങ്ങൾ കാർഡ്ബോർഡ് ഇട്ട് ചോർന്ന ഭാഗത്തെ വെള്ളം പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അരുൺ സോളമൻ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു ഫോർ ബ്രിങ്ങിംഗ് ദിസ് ഔട്ട്. നോക്കൂ, ബക്കറ്റ് വെച്ചൊക്കെ വെള്ളം പിടിക്കുകയാണ്. അത് ഏതെങ്കിലും വീട്ടിലെ കാഴ്ചയല്ല കേട്ടോ, എല്ലാവരും വരുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിലെ കാഴ്ചയാണ്.